നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രം ചോതി നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ചോതി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ഈ ചോതി നക്ഷത്രക്കാർ ആരായിരുന്നു? ഇവരുടെ പൂർവജന്മ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ വിശ്വാസികൾക്കുള്ള ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഞാനിത് പറയുമ്പോൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണെന്നായിരിക്കുള്ളൂ വിശ്വാസമില്ലാത്തവർ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർ കാണണ്ട, വിശ്വാസികൾ കണ്ടാൽ മതി എന്ന് പറയുന്നത്. അതാണ് കാരണം. പൂർവജന്മം എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. ജ്യോതിശാസ്ത്രപരമായി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും ഒരാളുടെ പൂർവ ജന്മങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അപ്പൊ എന്റേതായ ഒരു അഭിപ്രായത്തിലല്ലല്ലോ ഞാനിത് പറയുന്നു. ഞാൻ ഈ ജ്യോതിഷ സംബന്ധമായ വിഷയത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരാളുടെ പൂർവജന്മം എങ്ങനെ കാണാം എന്നത്. അപ്പൊ ഒരാളുടെ ലഗ്നം കൊണ്ടും അല്ലെങ്കിൽ ലഗ്നത്തിന്റെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും അതുകൂടാതെ 12-ാം ഭാവം കൊണ്ടും എല്ലാം ഇത് കാണാവുന്നതാണ്. ഏത് പൂർവജന്മ കാര്യങ്ങൾ പറയാം. ഒരാളുടെ 9-ാം ഭാവം, 5-ാം ഭാവം, 12-ാം ഭാവം കൊണ്ടൊക്കെ നമുക്ക് സാമാന്യമായ ഒരു ഫലം കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊരു സാമാന്യമായ ഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഓരോ വ്യക്തിക്കും ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് വരാം. കാരണം ഞാൻ ഈ പറയുന്ന പോലെയല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ മനുഷ്യ ജന്മങ്ങൾ എടുത്തവർക്ക് അവർ ഓരോരോ സമയങ്ങളിലായിരിക്കും അവരുടെ ജനനം. അതിനാണ് ലഗ്നം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിത് വ്യത്യസ്തമായി വരാം. അപ്പൊ ചോതി നക്ഷത്രത്തിന്റെ ഗോചരപരമായി സാമാന്യമായ ഒരു ഫലമാണ് ഞാനിവിടെ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പരിശോധിക്കുകയും ഗ്രഹനില നോക്കുകയും വേണം. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും കേതുവിന്റെയൊക്കെ സ്ഥാനങ്ങളും കൂടി ഒന്ന് നോക്കിയാൽ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ പല വിധത്തിലുള്ള കാര്യങ്ങൾ ജ്യോതിഷ ആചാര്യന്മാർ ഈ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഇത് മുഴുവനായിട്ട് കണ്ടാല് ഇതിന്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൂടാതെ എന്റെ ഈ ചാനലിൽ നിന്ന് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്താൽ അതെനിക്ക് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ അയച്ചു കൊടുത്താൽ അവർക്കും അവരുടെ പൂർവജന്മ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതല്ലേ. അപ്പോ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനുമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. കാരണം ഇടക്ക് വെച്ച് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും. അതുകൊണ്ടാണ്.
അതുകൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഞാനിന്ന് ഇവിടെ പറയുന്ന നക്ഷത്രം എന്താണ്? ചോദ്യ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന്റെ ദേവത ആരാണ്? വായുദേവനാണ് ഈ നക്ഷത്രത്തിന്റെ ദേവത. ഈ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? രാഹുവാണ്. രാഹു ആരാണ്? നാഗങ്ങളാണ്, ഇല്ലേ? ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. എവിടെയും തളച്ചിടാൻ കഴിയാത്ത ഒരു സഞ്ചാരിയുടെ ആത്മാവാണ് ചോതിയിലുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയും തളച്ചിടാൻ സാധിക്കാത്ത ഒരു സഞ്ചാരിയുടെ ആത്മാവാണ് ചോതിയിലുള്ളത്. 5-ാം ഭാവം ശനി അധിപനായ കുംഭം രാശിയാണ്. 5-ാം ഭാവം ശനി അധിപനായ കുംഭം രാശിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ സാധാരണക്കാർക്കായി പോരാടിയ ആളുകളായിരിക്കും. അതോടൊപ്പം സംഘടനാ തലത്തിൽ തലവന്മാരായിരിക്കാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇവര് നല്ല സാധാരണക്കാർക്ക് വേണ്ടി പോരാടിയിരുന്നവരോ അതേപോലെ തന്നെ സംഘടനാ തലവന്മാരും ഒക്കെ ആയിരുന്നിരിക്കണം. അതുകൂടാതെ ഇവരുടെ 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ 9-ാം ഭാവം ബുധന്റെ രാശിയാണ്, മിഥുനമാണ് 9-ാം ഭാവം. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ആശയവിനിമയ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരും പല ഭാഷകളോ വിദ്യകളോ കൈകാര്യം ചെയ്തിരുന്നവരും ആകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഈ രാശിയുണ്ട്, ഈ 9-ാം ഭാവമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ആശയവിനിമയ രംഗത്തും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലും പല ഭാഷകളോ വിദ്യകളോ ഒക്കെ കൈകാര്യം ചെയ്തിരുന്നവരാകാനാണ് കൂടുതൽ സാധ്യത. ഇനി 12-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ 12-ാം ഭാവം കന്നി രാശിയാണ്. കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ വളരെ ചിട്ടയായ ജീവിതം നയിച്ചിരുന്നവരായി കാണാം. ഈ കന്നി രാശിയിൽ വരുന്നവർ കഴിഞ്ഞ ജന്മത്തിലെ അവസാന കാലത്ത് ഇവർ വളരെ ചിട്ടയായ ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത്. വിദ്യകളിലും കണക്കുകളിലും പ്രഗത്ഭന്മാരായിരുന്നു ഇവർ വിദ്യയുടെയും അതുപോലെ തന്നെ കണക്കുകളിലും ചിട്ടയായ ഒരു ജീവിതം ഇവർ നയിച്ചിരുന്നവരുമാണ്. കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇവരെ പറ്റി ഒരു സഞ്ചാരിയായ വ്യാപാരിയായിരിക്കാനും സാധ്യതയുണ്ട് ഇവർ. കടൽ കടന്നും നാടുകൾ ചുറ്റി സഞ്ചരിച്ചും വ്യാപാരം നടത്തിയിരുന്ന ഒരു കച്ചവടക്കാരനാകാനും സാധ്യതയുണ്ട് ഇവർ, ഈ ചോദ്യ നക്ഷത്രക്കാര്. നയതന്ത്രജ്ഞൻ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉറപ്പിക്കാൻ പ്രവർത്തിച്ച ബുദ്ധിമാനായ ദൂതൻ, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്കായി ജീവിതം ഒഴിഞ്ഞുവച്ച് അവർക്ക് വേണ്ടി സംസാരിച്ചിരുന്ന അതേപോലെ തന്നെ അവർക്ക് നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പോരാടിയായ ഒരു നീതിമാനും ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് രാഹുവിന്റെ സ്വാധീനം കിട്ടുന്ന നക്ഷത്രമാണ് ചോതി. രാഹുവിന്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് കിട്ടും. രാഹുവിന്റെ ഇതാണ് ചോതി. അപ്പോ പൊതുവെ ചോതി നക്ഷത്രക്കാർക്ക് അവരുടെ മുൻജന്മത്തിൽ അവർ നല്ലൊരു ജീവിതം കാഴ്ചവെച്ചിരുന്നവരാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.